പാടിടുന്നു ഞങ്ങൾ പാദങ്ങൾ കുമ്പിടുന്നു അനാദികാലം മുതൽ സർവചരാചരങ്ങളുടെയും പുണ്യപാപങ്ങളുടെ കണക്കെടുത്ത് ധർമ്മരാജാവിനെ ആ കണക്കിൽ യാതൊരു പെശകുമില്ലാതെ ഏൽപ്പിക്കുന്ന അതീവ സത്യസന്ധനായ ഒരു അവതാര പുരുഷനാണ് ചിത്രഗുപ്തൻ. ആ ചിത്രഗുപ്തൻ എന്ന ദേവൻ്റെ ജന്മദിവസമാണ് ചിത്തിരമാസം അഥവാ മേടമാസത്തിലെ പൗർണമി. ഈ പൗർണമി ഭാരതീയ സംസ്കാരത്തിൻ്റെ ആരംഭകാലം മുതൽ വളരെ ശക്തമായി മാറി മാറി വരുന്ന എല്ലാ തലമുറകളും ആചരിച്ചിരുന്നു, ഇപ്പോഴും ആചരിക്കുന്നു, ഇനി കടന്നു വരുന്ന കാലങ്ങളിലും ആചരിക്കും. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം ഈ ദിവസം ആചരിക്കുന്ന ഒരു ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. അതുപോലെ തന്നെ ഇടുക്കിയിലുണ്ട്, ഈ അടുത്ത സ്ഥലത്താണെങ്കിൽ വെള്ളറടയുണ്ട്. അഥവാ ആദി ദ്രാവിഡ സംസ്കാരത്തിൽ അനിഷേധ്യമായ വളരെ ആചാരനിഷ്ഠയോടുകൂടി എക്കാലത്തും നടന്നു പോകുന്ന ഒരാഘോഷമാണ് ചിത്രപൗർണമി. ഇവിടെയും ഇനി ഞാൻ പറയുന്ന പുസ്തകം പാരായണം ചെയ്തു. 24 തലമുറയായിട്ട് ഇവിടെ ഈ ദിവസം പാരായണം ചെയ്യുന്നുണ്ട്. ഇവിടെയെന്ന് മാത്രമല്ല, തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തും എല്ലാ സ്ഥലത്തുമുണ്ട്. ചിത്തിരപുത്തിര കഥൈ എന്ന് പറയുന്ന മലയാള ലിപിയിൽ എഴുതിയ ഒരു തമിഴ് ബുക്കാണ്
ശ്രീരാമനവമിക്ക് രാമായണം വായിക്കുന്നത് പോലെ ഈ ദിവസം പാരായണം ചെയ്യാറുള്ളത്. ഇവിടെ ഇന്നത് വായിച്ചു. ആ ചിത്തിരപുത്രി കഥയുടെ സാരാംശം എന്ന് പറയുന്നത് രാമായണത്തിൽ ദശരഥപുത്രനായ ശ്രീരാമൻ ജനിക്കുകയും വളരുകയും വിദ്യകൾ അഭ്യസിക്കുകയും അതിനുശേഷം വിവാഹം കഴിക്കുകയും തുടർന്നുള്ള എല്ലാ ഇതുമായി സ്വർഗാരോഹണം നടത്തുന്നത് വരെയുള്ള കാര്യങ്ങളുള്ളതുപോലെ ശിവപുത്രനായി ഈ ചിത്രഗുപ്തൻ ജനിച്ചതും തൻ്റെ കർത്തവ്യം അകളങ്കിതമായി അല്പം പോലും കള്ളമില്ലാത്ത രീതിയിൽ എക്കാലവും നിർവഹിക്കുന്നതുമായ അദ്ദേഹത്തിൻ്റെ വേറിട്ട ആ ഒരു ജീവിത മാഹാത്മ്യമാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഒരു മറു ചോദ്യം കാണും. ഇങ്ങനെ ഒരു ചിത്രഗുപ്തൻ്റെ കഥ ഇഷ്ടപ്പെടുകയും അത് വായിക്കുകയും അന്ന് ഉത്സവമായി എടുക്കുകയും വ്രതം നോക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ത്? സർവചരാചരങ്ങളും അണു മുതൽ സർവചരാചരങ്ങൾക്കും ജന്മനാ ഉള്ള ഒരു സ്വഭാവമാണ്, സംസ്കാരമാണ്, ഉൾച്ചേർന്ന ഒരു കാര്യമാണ് മൃത്യുഭയം, മരണഭയം. മനുഷ്യന് മാത്രമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യൻ വിശേഷിച്ച് മൃത്യോർമ അമൃതംഗമയ, എനിക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെടണം, മൃത്യുവിൽ നിന്ന് എനിക്ക് അമരത്വത്തിലേക്ക് എത്തണം, എല്ലാ ശ്രമങ്ങളും അനശ്വരമാകാനുള്ള ശ്രമമാണ്. അപ്പം മനുഷ്യനെ ഈ മരണഭയത്തിൽ നിന്ന് അകറ്റാനും ജാതകവശാലോ കാലദോഷം കൊണ്ടോ കർമ്മവശാലോ വംശവശാലോ ശത്രുദോഷത്താലോ ഈതിബാധകളാതോ ഏത് തരത്തിലായാലും മനുഷ്യനിൽ മരണം തുടങ്ങിയുള്ള വിപരീത അനുഭവങ്ങൾ അവനെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, അവനെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അവനിൽ ആശങ്കയുണ്ടെങ്കിൽ, അവൻ അതിനെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടെങ്കിൽ, അവൻ്റെ ഈ മൃത്യുവുമായി ബന്ധപ്പെട്ട സർവവിധ ഭയവും പ്രകാശത്തോടെ ഇരുട്ടകലുന്നത് പോലെ ഈ ചിത്രാ പൗർണമി ഉപാസന കൊണ്ട് അകലുമെന്നാണ് പുരാണങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതിന് പലതരത്തിലുള്ള ആചാരങ്ങളുണ്ട്. ഇന്ന് തന്നെ ഇവിടെ ചന്ദ്ര പൊങ്കാല ഇട്ടു. പൊങ്കാല അതിനൊരു ഉപാധിയാണ്, വ്രതം അതിനൊരു ഉപാധിയാണ്, ചിത്തിരപുത്രി കഥ വായിക്കുന്നത് ഒരു ഉപാധിയാണ്. സർവോപരി ഇതിനെല്ലാം അപ്പുറത്തുള്ള മഹാ ഉപാധിയാണ് ഈ അമർജ്യോതി. ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ വലതുവശത്ത് മകരസംക്രാന്തിക്ക് ശബരിമലയിൽ മകരജ്യോതി എപ്രകാരമാണോ പ്രധാനപ്പെട്ടു നിൽക്കുന്നത്, ഒരു പരിധിവരെ മുൻകാലത്ത് അതിനേക്കാളും പ്രധാനം, കാരണം ശബരിമലയ്ക്കും മുമ്പേ തുടങ്ങിയതാണ്. അതിലുപരി ഭാരത മഹാരാജ്യത്ത് പ്രധാനപ്പെട്ട ഒരു മഹാജ്യോതിയായിരുന്നു അമർജ്യോതി. അമർജ്യോതി എന്ന് പറഞ്ഞാൽ അമരത്വം തരുന്ന, അമൃതം തരുന്ന, മനുഷ്യനെ ഉയർത്തുന്ന, അനശ്വരനാക്കുന്ന, അവൻ്റെ ശാരീരികവും മാനസികവുമായ എല്ലാ ബാധകളെയും ഭയപ്പാടിനെയും മാറ്റിയിട്ട് അവനെ കരുത്തനാക്കാൻ പ്രാപ്തിയുള്ള ജ്യോതിയായിട്ടാണ് അമർജ്യോതി കണക്കാക്കപ്പെടുന്നത്. വ്രതത്തോടുകൂടി കർപ്പൂരം വാങ്ങി ഈ അമർജ്യോതിയിൽ സമർപ്പിച്ച് എനിക്ക് ഇന്ന കാര്യം നടന്നു കിട്ടണം, അല്ലെങ്കിൽ ഇന്ന കാര്യം എന്നിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടണം, അവനെന്ത് സങ്കല്പത്തിലാണോ ഹൃദയത്തിൽ സ്പർശിച്ച് അവിടെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ അമർജ്യോതിയിലേക്ക് കർപ്പൂരം തെളിയിച്ച് ആ കർപ്പൂര ജ്യോതി തൊഴുന്നത്, അതോടുകൂടി അവൻ്റെ സങ്കല്പം എന്തായാലും
മേടത്തിലെ ആ പൗർണമി സാക്ഷിയായി അത് നടന്നു കിട്ടുമെന്നാണ്. 12 രാശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാശി മാസം മേടമാണ്. ആ മേടം പ്രധാനപ്പെട്ട രാശിയാകാൻ കാരണം സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്നത് മേടത്തിലാണ്. അതിലും അത്യുച്ചത്തിൽ നിൽക്കുന്നത് മേട 10-നാണ്. ആ മേടമാസത്തിലെ പൗർണമി എന്ന് പറയുന്നത്, ആ പൗർണമി ദിവസം എല്ലാ മാസവും ചന്ദ്രന് അതിൻ്റെ പരമാവധി വളർച്ചയെത്തുന്ന ദിവസത്തെയാണ് പൂർണിമ അല്ലെങ്കിൽ പൗർണമി എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ കാരകനായ സൂര്യൻ, ആ സൂര്യൻ്റെ മാസത്തിൽ ഇപ്രകാരം അമർജ്യോതി കത്തിച്ച് അതിനെ വണങ്ങിയാൽ നമ്മുടെ ആത്മാവ് ഉണരുമെന്നും നമ്മുടെ ആത്മാവ് ജീവേശ്വര ഐക്യം, നമ്മുടെ ഉള്ളിലുള്ള ജീവനും ഈ ജീവൻ്റെ ഉടമസ്ഥനായ ആ ഈശ്വരൻ, ആ ജീവേശ്വര ഐക്യത്തിന് ഈ അമർജ്യോതി സഹായിക്കുമെന്നും നമ്മൾ പ്രബുദ്ധരാകുക, ബോധം വരിക, ഉണരുക എന്നൊക്കെ പറയുന്ന, നമ്മളെന്തൊക്കെയോ ആയി നടക്കുന്ന നാം പരമാർത്ഥമറിയാതെ സത്യമറിയാതെ വ്യാമോഹത്തിൽ മായുന്നതാണ് മായ. ഇന്ന് ശരിയെന്ന് തോന്നുന്നത് നാളെ നേരം വെളുത്ത് നോക്കുമ്പോൾ നമുക്ക് അബദ്ധം പറ്റിയെന്നല്ലാതെ നമുക്ക് മറ്റൊന്നും തോന്നില്ല. അങ്ങനെ മായുന്നിടത്ത് മായയായി ജീവിക്കുന്ന നമുക്ക് മായ മാറിയിട്ട് അവിടെ യാഥാർത്ഥ്യം വരാനും നമ്മുടെ ജീവൻ ആ ജീവേശ്വരനിൽ എത്തിച്ചേർന്ന് സമാധി, ഒരു ജീവജാലത്തിൻ്റെ ആ ധി, ആ ബുദ്ധി, ആ പ്രജ്ഞ, ആ പരമാത്മാവിൻ്റെ ആ പ്രജ്ഞയുമായി സമം പാലിക്കാൻ തുല്യതയിൽ ഉയർന്നെത്താൻ പറ്റിയ ഒരു മഹാരാത്രിയാണ് ഏത് രാത്രി? മേടമാസത്തിലെ പൗർണമിയും ആ മേടമാസത്തിലെ പൗർണമിക്ക് കത്തിക്കുന്ന അമർജ്യോതിയും. ഈ തറവാട്ടിൽ കഴിഞ്ഞ 24 തലമുറയായി ഇത് കത്തിച്ചു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഈ വലിയ മരവിയും മറ്റും മണ്ണോ ചാണകമോ വല്ലതും അടിവശത്ത് മെഴുകി ചേർത്തിട്ട് കർപ്പൂരത്തിൻ്റെ ചൂടല്ലേ തറയിൽ വെച്ച് കത്തിച്ചിരുന്നു. ഇപ്പോൾ ഒരിടത്തും തറയിൽ വെച്ച് കത്തിക്കില്ല. കാരണം കാലുറയ്ക്കാത്തവൻ മറ്റു പലതരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ ഉള്ളവരുണ്ട്. ദക്ഷയകത്ത് ഈ സതിയെടുത്ത് ചാടിയതുപോലെ ഇതിലേവനെങ്കിലും കാലുറയ്ക്കാതെ വന്ന് ഈ തീ ചാടിയാൽ അതൊരു കുരുക്കാവും. അതുകൊണ്ട് സേഫ്റ്റി, അതായത് സുരക്ഷിതത്വം കൂടി പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അമർജ്യോതിക്കൊരു സ്തൂപ സങ്കല്പം തന്നെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ അമർജ്യോതി വാസ്തവത്തിൽ ഒരു ബഹിർജ്യോതിയല്ല, എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ജ്യോതിസുണ്ട്. ആ ജ്യോതിസിനെ പരമജ്യോതിസിൽ ബന്ധിപ്പിക്കുന്ന ഒരു നല്ല ദിവസമാണ്, നല്ല നിമിഷമാണ്, നല്ല മുഹൂർത്തമാണ് ഏതെന്ന് പറയുന്നത് ചിത്രാ പൗർണമി. അതുകൊണ്ട് ചിത്രാ പൗർണമിയുടെ ആ സവിശേഷത ഭൗതികമല്ല, മറിച്ച് ഈശ്വരനിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന വാതിൽ തുറന്ന് ഈശ്വരനിലേക്ക് നമ്മൾ നടന്നു തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ദിനമാണ്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും തേജസ് ഒരുമിച്ചെടുത്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ആദ്യം അവതാരം കൊണ്ട മഹാമഹർഷി അവധൂതനാണ് ദത്താത്രേയൻ. അതിന് വായിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാവും. ആ ദത്താത്രേയ മഹാഗുരുവിൽ
ഒരു അത്തിമരത്തിലാണ് തൻ്റെ അവതാരകാലം മുഴുവൻ ആ അത്തിമരത്തിൻ്റെ ചുവട്ടിലാണ് സദാ ഇരിക്കുമായിരുന്നു. ആ ദത്താത്രേയ മഹർഷി ജീവിതകാലം മുഴുവൻ വിശ്രമിക്കാനോ കഴിയാനോ ഉപയോഗിച്ചിരുന്ന ആ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നും കൊണ്ടുവന്ന മഹാവൃക്ഷമാണ് ഈ അത്തിത്തറ. ഈ അത്തിത്തറയിൽ 12 21 ഒരു ശുഭസംഖ്യയിൽ ഇത് വലം വച്ച് നിങ്ങൾ എന്ത് സങ്കല്പത്തോടു കൂടിയാണോ പ്രാർത്ഥിക്കുന്നത്, ഈ അത്തിമരത്തിൽ തന്നെ ദത്താത്രേയൻ ഉണ്ടെന്നും ആ ദത്താത്രേയൻ എന്ന് പറയുന്ന പരമസത്യം ഈശ്വര തേജസ് നിങ്ങളെ ആ നല്ല സങ്കല്പത്തെ പൂർത്തീകരിച്ച് തരും എന്നാണ് ഇവിടുത്തെ ഈ വിശ്വാസം. അതാണ് ഈ മരത്തിൻ്റെ പ്രത്യേകത. മറ്റതെന്ന് പറഞ്ഞാൽ ഒരു ഇലയെടുത്താൽ 3 ഭാഗങ്ങളുള്ളതാണ് സാധാരണ കേരളത്തിലുള്ള കൂവളം. ഈ കൂവളം എന്ന് പറഞ്ഞാൽ ദശകൂവളം, അതായത് ദേവകൂവളം. ഇതിൻ്റെ ഒരു ഇലയിൽ 10 ഭാഗമുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾ പരിശോധന നടത്തി കളയരുതെങ്കിൽ ഇനി അത് വളരൂല. കണ്ടാൽ മതി. ഇത് ശിവന് ഏറ്റവും വിശിഷ്ടമായ ഈ കൂവള വർഗത്തിലെ ദേവവൃക്ഷമാണ്. അത് കുറച്ചുകൂടെ കഴിഞ്ഞ് അത് വളർന്നതിന് ശേഷം ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പല ഈശ്വരീയമായ കാര്യങ്ങളും നടക്കും, അത് വളർത്തിയെടുത്തതിന് ശേഷം. പിന്നെ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ, മനുഷ്യ സംസ്കാരത്തിൽ കാവുകളുടെ സംസ്കാരം, അങ്ങനെ ഒരു കാവും മനുഷ്യനും എന്ന ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ ആ കാവിൻ്റെ സ്വാധീനം മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടായിട്ടുണ്ടെന്ന് വിലയിരുത്തിയാൽ മണ്ണാറശാല പോലെയോ വെട്ടിക്കോട് പോലെയോ പല അത്യപൂർവവും പ്രാചീനവുമായ പല കാവുകൾക്ക് ഒപ്പം നിൽക്കുന്ന, കിടപിടിക്കുന്ന അതിപൗരാണികമായ ഒരു കാവാണ് എവിടത്തെ ഈ അക്കരവളാകം കാവ്. ഈ കാവിൽ ഇപ്പോൾ ഒരു നാഗനികുഞ്ചം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ നാഗനികുഞ്ചവുമായി കൂടി ആയിക്കഴിയുമ്പോൾ അവിടുത്തെ ആ ശക്തി വളരെ വിപുലമാവും. ഒക്ടോബർ 6-ാം തീയതി ഈ കന്നിമാസത്തിലെ ആയില്യ ദിവസം, കന്നിമാസത്തിലെ ആയില്യ ദിവസമാണത്രേ ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി നാഗര് വരുന്നത്, സർപ്പം വരുന്നത്. അങ്ങനെ നാഗങ്ങളുടെ ജന്മനാളായ കന്നി ആയില്യത്തിൻ്റെ അന്ന് വരുന്ന ഒക്ടോബർ 6-ാം തീയതി ഇവിടെ മഹാസർപ്പബലി നടക്കുകയാണ്. ആ സർപ്പബലിയിൽ പങ്കെടുത്താൽ നാം സർപ്പദോഷം കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ട് നേടുന്നോ അതിനെല്ലാം ഒരു ഒറ്റമൂല്യമോ ദിവ്യ ഔഷധവുമാണത്. ഇവിടെ ഒരു സർപ്പബലിക്ക് ഒരു കൂപ്പണ് വെറും 300 രൂപയെ വച്ചിട്ടുള്ളൂ. പലയിടത്തും കൂടുതലുമൊക്കെ വയ്ക്കും. എന്തുകൊണ്ട് രൂപ കുറച്ചു എന്ന് പറഞ്ഞാൽ പൈസയിലല്ല ശ്രദ്ധ, വ്യാപകമായി എത്ര പൈസ ഇല്ലാത്തവർക്കും ഇത് പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉദ്ദേശിച്ചുകൊണ്ടാണ് 6 മാസത്തിന്. ഈ മാസം മുതലേ ഒരാൾ 50 രൂപ മാറ്റിയിട്ടാൽ ഇനി 6 മാസമുണ്ട് അവർക്ക് അവരുടെ പേരിൽ ഒരു ടിക്കറ്റ് എടുക്കാം. അതുകൊണ്ടാണ് ഇത് വളരെ തുക കുറച്ച് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അവരുടെ വംശത്തിൻ്റെയും അവരുടെയും അതുപോലെ ഇനി കടന്നു വരാൻ പോകുന്ന പുതിയ തലമുറകൾക്ക് ഐശ്വര്യവും നൽകാൻ ഒരു വലിയ സഹായകമായിരിക്കും എന്നുകൂടി ഞാനിപ്പോൾ സൂചിപ്പിക്കുക.